മലപ്പുറം എടക്കരയിൽ ധനകാര്യ സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കാരാട്ട് ക്രൂയിസിലെ ഫോർമാനായിരുന്ന നിലമ്പൂർ സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പണം നഷ്ടപ്പെട്ടവർ പ്രതിഷേധ മാർച്ച് നടത്തി. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, കുറേയധികം ശാഖകളുണ്ടായിരുന്ന സ്ഥാപനമാണ്, ഒരുപാട് നിക്ഷേപകരുണ്ടായിരുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ ഇതിനോടകം തന്നെ 225 പരാതികൾ കിട്ടിയ ഒരു സംഭവമാണ്. പോലീസ് പറയുന്നത് എന്താണ് ഈ തട്ടിപ്പിൽ, വിപിൻ? ഒരുപാട് പാവപ്പെട്ടവരാണ് ഇപ്പോൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ ഒരു പ്രതിഷേധം അതുകൊണ്ട് തന്നെ വളരെ ശക്തമാവുകയും കൂടി ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിന്റെ ഉടമകൾ രണ്ടുപേരും മുങ്ങിയിരിക്കുകയാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ പോലീസ് ഈ കാര്യത്തിൽ ഒരു നിഷ്ക്രിയത്വം കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിക്ഷേപകരുടെ ഒരു പ്രധാനപ്പെട്ട പരാതിയുള്ളത്. ഇതിന്റെ മുകളിലാണ് ഇപ്പോൾ ഇന്ന് ഫോർമാനായി ഇവിടെ ജോലി ചെയ്തിരുന്ന ചുങ്കസറ സ്വദേശിയായിട്ടുള്ള ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് നിക്ഷേപകരും അതുപോലെ തന്നെ ഈ കാരാട്ടുകുറി അതുപോലെ ധനക്ഷേമ നിധി ഈ രണ്ട് സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിരുന്ന ജീവനക്കാരുൾപ്പെടെ സമരവുമായി എത്തിയത്. അവിടെ ഇപ്പോൾ പോലീസ് ഇവരെ തടഞ്ഞു. ഈ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് പോലീസ് തടഞ്ഞു. അതിനുശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാർച്ച് മാറ്റിയിരിക്കുകയാണ്. MLA PV അൻവറും ഇവർക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ഇവരെ പിടികൂടണം എന്നുള്ളത് ആവശ്യമാണ്. ഏകദേശം നിലമ്പൂരിൽ മാത്രം 20 കോടിയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരമുള്ളത്. ഒപ്പം തന്നെ പാലക്കാട്, വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇവർക്ക് ശാഖകളുണ്ട്. കൂടുതൽ പരാതികളും നിരന്തരമായി തന്നെ ഇതിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആഷ്മി. വിപിൻ സി വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഓരോ ബ്രാഞ്ചിനും 1000-ഓളം നിക്ഷേപകരുള്ളതാണ്. ഒരുപാട് പാവങ്ങൾ, നേരത്തെ വിപിൻ പറഞ്ഞ ഓരോ പാവങ്ങൾ ചിട്ടിയൊക്കെ അതിൻ്റെ മാസത്തവണ അടച്ചു തീർന്ന ചിട്ടികളൊക്കെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മാറ്റിയിട്ടവരുണ്ട്. അപ്പോൾ ഇവർ മുങ്ങി. അതിൽ പോലീസ് അന്വേഷിച്ച് പണം നഷ്ടപ്പെട്ട പാവം നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാൻ നടപടി സ്വീകരിക്കട്ടെ.